അമ്പിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ ആരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണ് നിങ്ങൾ പറഞ്ഞു. നേരത്തെ ഈ മൗലവി വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. എങ്കിലും എന്നെ ഒരു ചോദ്യം, നിങ്ങൾ നേതാവായ ഷൗക്കാനി തുഹ്ഫത്തു ദാക്കിരീൻ എന്ന ഗ്രന്ഥത്തിൽ യാ ഇബാദല്ലാഹി അഈനൂനി, നിങ്ങൾ മലക്കുകളോട് ചോദിച്ചാലും ജിന്നുകളോട് ചോദിച്ചാലും ഔലിയാക്കളോട് ചോദിച്ചാലും എല്ലാം ശിർക്കാകും നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിഞ്ഞു, വെള്ള ഷർട്ടിട്ട ആൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഷൗക്കാനി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തു ദാക്കിനിൽ പറയുന്നു, വഫീഹി ദലീലുൻ അലൽ ഇസ്തിഗാസത്തി ബിമൻ ലാ യറാഹും മിൻ സാലിഹിൽ ജിന്നി വൽ മലായികത്തി ബിമൻ ലാ യറാഹും എന്ന് ആ ഇബാറത്ത് ഷൗക്കാനി പറയുന്നു. അതായത് മനുഷ്യർക്ക് ദർശിക്കാൻ കഴിയാത്ത മലക്കുകൾ, അതേപോലെ സാലിഹീങ്ങളായ ജിന്നുകൾ, ഇവരോടെല്ലാം സഹായം ചോദിക്കുന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഷൗക്കാനി, നിങ്ങൾ വിശ്വാസം അനുസരിച്ച് കാഫിറാണോ അല്ല ഇത് മനസ്സിലായി. ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു. എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിൽ, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭാര്യ ഉള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധികളൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോടും ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസ മുസ്ലിയാർ കാണുകയാണ്, ആ ഒരു 10 രൂപ തരൂ,
മുസ്ലിംസിലേക്ക് തരാൻ കഴിയും പോക്കറ്റിൽ എടുത്ത്. അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്. സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ശൗക്കാനി മുശ്രിക്കാണോ അല്ലേ, അയാളുടെ ഏത് ജാതിപ്പെട്ടാണ് താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തൊട്ടിട്ടില്ല എങ്കിൽ കേട്ടോ, അദ്കാറിന്റെ ശറഹായ വ്യാഖ്യാന ഗ്രന്ഥമായ ഇബ്നു ഹാഫിദ് ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മലക്കുകളോട് ജിന്നുകളോട് സഹായം ചോദിച്ച് ശിർക്കാൻ നിങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് ഷൗക്കാനി അങ്ങനെ പറ്റുമെന്നും പറയുന്നു. ഷൗക്കാനെ പറ്റി അതിന് നിങ്ങൾ മറുപടിയും പറഞ്ഞില്ല. എങ്കിൽ ഇതിൽ ഔലിയാക്കന്മാരും പെട്ടു. അൽ മുസമ്മൂന ബിൽ അബ്ദാൽ, അബ്ദാലുകളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഇതിൽ പെട്ടു. മലക്കുകളോട് ചോദിക്കുന്ന പോലെയാണ് കുളിക്കാൻ ഒരു വ്യക്തി സോപ്പ് ചോദിക്കുന്നത്. എന്താ മൗലവി, സാധാരണക്കാർ തിരിയൂലേ? അതൊരിക്കലും ഞങ്ങൾ മലക്കുകളോട് ചോദിക്കൽ ശിർക്കാണ്, ജിന്നുകളോട് ചോദിക്കൽ ശിർക്കാണ്, ഔലിയാക്കളോട് ചോദിക്കൽ ശിർക്കാണ്. നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഷൗക്കാന് പറഞ്ഞത് ചോദിക്കാൻ പറ്റും, ഔലിയാക്കളോട് ചോദിക്കാൻ പറ്റും. ഇബ്നു അല്ലാന്റെ ഇബാർ ഞാൻ ഉദ്ധരിച്ചു. ഷൗക്കാന് പറയുന്നു മറഞ്ഞ വഴിയിൽ കൂടി മലക്കുകൾ വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവര് അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീക്കായിൽ എന്ന മലക്ക്, ഇത് ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീക്കായിൽ എന്ന മലക്കിനോട്, ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന മലക്ക്, ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങ് എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോകുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചുവിടണേ എന്നിങ്ങനെ ഈ മീക്കായിൽ എന്ന മലക്കിനെ വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഒന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ച് തേടുന്നത് വിഡിത്ത പോയത്തല്ലേ അത്? ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. ഇത് അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും നമ്മൾ മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ പറയലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി.